കൊല്ലത്ത് സ്വകാര്യ ഫിനാൻസ് സ്ഥാപനം വീടും വസ്തുവും ജപ്തി ചെയ്തതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തിലാണ് ഒരു കുടുംബം. കൊല്ലം മണപ്പള്ളി വടക്ക് തഴവ 3-ാം വാർഡിൽ ഇട്ടിയാശ്ശേരിയിൽ ഷാജിയുടെ വീടാണ് മണപ്പുറം ഫൈനാൻസ് ജപ്തി ചെയ്തത്. ഇറങ്ങിപ്പോകാൻ മറ്റൊരു ഇടവുമില്ലാതെ 2 കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബമാണ് ഷാജിയുടെ കുടുംബം. പാചക തൊഴിലാളിയായിരുന്ന ഷാജി കഴിഞ്ഞ 3 വർഷമായി അസുഖബാധിതനായി ജോലിക്ക് പോകാൻ കഴിയാതെ ഇരിക്കുകയാണ്. ഇതിനിടയിൽ ഭാര്യ പ്രമീളയും അസുഖബാധിതയായി ആശുപത്രിയിൽ അഡ്മിറ്റായി. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ജപ്തി നടപടികൾ നടക്കുന്നത് കണ്ടത്. ആശുപത്രിയിലപ്പം കൂട്ടിയിട്ടിരുന്നത് ഞങ്ങൾ കാണുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ പോകുമെന്ന് അറിയത്തില്ല. എൻ്റെ ഒരു ഷാജി എന്നാണ്. ഞാൻ പാചക തൊഴിലാളിയായിരുന്നു. 3 വർഷം കൊണ്ട് എനിക്ക് പഠിച്ചു പോകാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ട് പോകാൻ പറ്റുന്ന സിറ്റുവേഷനില്ല. ഞങ്ങൾക്ക് ഇവിടെ കിടക്കാനേ പറ്റത്തുള്ളൂ. ഒരു വീടെടുക്കാനോ മറ്റൊരു കാര്യത്തിനോ എന്നെക്കൊണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ എടുക്കാനില്ല. എടുത്ത തുകയിൽ നല്ലൊരു ഭാഗം അടച്ചെങ്കിലും ഇപ്പോൾ 5.5 ലക്ഷം രൂപ കൂടി കൊടുത്താൽ കടം തീർക്കാം എന്നാണ് ഫൈനാൻസ് ജീവനക്കാർ പറയുന്നതെന്ന് ഷാജിയും കുടുംബവും പറയുന്നു. പല അവധികൾ കേട്ടിട്ടും ഷാജിക്കും കുടുംബത്തിനും പണമടയ്ക്കാൻ സാധിക്കാത്തതിനാൽ കോടതി ഉത്തരവുമായി പോലീസ് ഉൾപ്പെടെ എത്തി ഫൈനാൻസ് സ്ഥാപനം വീട് പൂട്ടി സീൽ ചെയ്യുകയായിരുന്നു. ഈ സാഹചര്യത്തിലും ഇവർക്ക് പോകുവാൻ മറ്റൊരിടവും ഇല്ലാത്തതിനാൽ വീടിന്റെ പരിസരത്ത് തന്നെ കഴിയാനാണ് ഷാജിയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. ഫൈനാൻസ് സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് മാനുഷിക പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയും ഷാജിയും കുടുംബവും പങ്കുവയ്ക്കുന്നു. ഫോക്സ് ടിവി ന്യൂസ്, പത്തനാപുരം.